എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഇതാ പഴയതുപോലെ ഒരു അലക്കങ്ങട്ട് അലക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടേ ഞാൻ 5 ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിയൊക്കെ വേണമല്ലോ ബ്രെഡ് കണ്ടു കഴിഞ്ഞാൽ, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ 4 സൈഡ് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ. എന്തിനാ വെറുതെ ആ ഒരു കറുത്ത ഭാഗം കരിഞ്ഞിരിക്കുന്നത് കൊണ്ട് കാണാൻ ഭംഗിയൊന്നുമില്ല. അപ്പോൾ ഞാനിതാ ആ ഒരു ഭാഗം 4 ഭാഗവും അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗം മാത്രം മതി. ഇതിലെ സെൻറ്റർ ഭാഗം വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ ആ ഒരു അലക്ക് എന്ന് പറയുന്നത്. ഞാൻ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 സൈഡും നമ്മൾ കളയുന്നില്ല. ഇത് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയാലോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം കൂടി നമ്മൾ മിക്സിയുടെ പൊടിക്കുന്ന ജാറുണ്ടല്ലോ അതിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതിനെ പൊടിച്ചെടുക്കുക. നല്ല സൂപ്പർ ഫൈൻ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല ബ്രെഡ് ക്രംസ് നമ്മൾ വാങ്ങുന്ന അതേ രീതിക്ക് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ വേറെ ഒന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു കാര്യമില്ല. ഇത് കണ്ടു, നല്ല ഫൈനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇരിക്കണം. അപ്പോൾ നല്ല ഫൈൻ പൗഡർ ഞാനിതാ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലോട്ട് തട്ടിയിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്തവരാരുണ്ടാവില്ലല്ലോ അല്ലേ. ഇതേപോലെ നമ്മൾ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും അരിഞ്ഞങ്ങോട്ട് മാറ്റി ഇതേപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ് റെഡിയാണ്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ടുള്ള ഏത് പലഹാരം വേണമെങ്കിലും ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ പിന്നെ ഈ ഒരു മധ്യഭാഗം ഉണ്ടല്ലോ, ഇതേപോലെ നമ്മൾ 4 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ. ഇനി നമുക്ക് ഇതിൽ 2 പീസ് ആയിട്ടാണ് നമ്മളിതിനെ എടുത്തിട്ട് നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 താറാമുട്ട. അപ്പം നിങ്ങൾ വിചാരിക്കും, ഓ നമ്മുടെ വീട്ടിൽ നിങ്ങളെല്ലാത്തിനും താറാമുട്ടയാണ് ഉപയോഗിക്കുന്നതെന്ന്. ശരിക്കും താറാമുട്ട ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2 വലിയ താറാമുട്ട കിട്ടിയിട്ടുണ്ട്. ആ താറാമുട്ട ഞാനിതാ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് മിക്സ് ഒന്നും വേണ്ട, ഒരു ആവശ്യത്തിന്. പിന്നെ ഇതിലോട്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. കുരുമുളക് സൂപ്പറാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പൊടിച്ച കുരുമുളക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആവട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ മസാലയും പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നല്ലൊരു മണം ഉണ്ടാവും, പിന്നെ നല്ല ടേസ്റ്റ് കൂടി ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ അതിൽ തന്നെ ഇളക്കി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു കൂട്ടും തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ 2 പീസ് വീതം നമ്മുടെ ബ്രെഡ് എടുക്കുക. അതിന് ശേഷം നമ്മുടെ ആ ഒരു മുട്ടയിലോട്ട് അങ്ങോട്ട് മുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ചെറിയ പീസുകളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ കൊണ്ടുവന്നിട്ട് നമ്മുടെ മുട്ടയിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് ക്രംസിലോട്ട് വെച്ചിട്ട് മുക്കി പൊരിച്ചെടുക്കാം. ഇതേപോലെ നമ്മൾ ഈ ഒരു കൂട്ട് നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. നല്ല ഒരു ഈവനിങ് സ്നാക്സാണിത്. അപ്പോൾ ഡയറക്റ്റായിട്ടൊക്കെ നമ്മൾ ബ്രെഡ് തിന്നാൻ മടിയുള്ളവർക്ക് ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഇത് വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് നമ്മുടെ ഈ ഒരു ഈവനിങ് സ്നാക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സ്പീഡിന് തന്നെ വളരെ എളുപ്പത്തിൽ ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറ് ആവുമ്പോൾ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാം നമുക്ക് ഇത് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് കോരാം. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ മെല്ലെ തീ കുറച്ച് വെച്ചിട്ട് വറുത്ത് കോരിയെടുക്കും.